ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. നമ്മൾ ഇപ്പോൾ കുറേ പേരൊക്കെ നമ്മളിപ്പോൾ റീൽസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ റീൽസ് കാണരുത് കേട്ടോ, നിങ്ങൾ നീറ്റിന് പഠിക്കുന്നവരാണ്, അപ്പോൾ അധികം സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട. എന്നാലും വൺസ് ഇൻ എ വൈലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ സ്കൂൾ ലൈഫിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിയും, അല്ലെങ്കിൽ ആ സ്കൂൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനെ ഓർമ്മ വരുന്നു, എനിക്ക് എൻ്റെ സ്കൂൾ ടീച്ചേഴ്സിനെ ഓർമ്മ വരുന്നു, എന്തൊരു നല്ല കാലമായിരുന്നു അത്, നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ റീൽസും ഭയങ്കര എവ്രി വൺ ഈസ് ലൈക്ക് സ്പീക്കിംഗ് സോ മച്ച് ഗുഡ് അബൌട്ട് ദെയർ പാസ്റ്റ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും എന്നെപ്പോലെ മേ ബി കുറേ പേർക്കും ഭയങ്കര ഇറിറ്റേഷനാണ് വരുന്നത്. ബിക്കോസ് ഐ ഡിൻ ഹാവ് എ ഗുഡ് സ്കൂൾ ലൈഫ്. എനിക്ക് സ്കൂൾ ലൈഫിനെ കുറിച്ച് ഒരു നല്ല മെമ്മറി ഒന്നുമില്ല. കാരണം എൻ്റെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര, ഐ ഫെൽറ്റ് ദേ വെർ ലൈക്ക് ഈഗോയിസ്റ്റിക് ആൻഡ് അവർ ദേ വെർ ഓൺലി ഫോക്കസിങ് ഓൺ സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പം ഞാനൊക്കെ ഒരു നോർമൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, എന്നെയൊക്കെ വിളിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്കൂൾ മാഗസിൻ്റെ വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിന് കുട്ടികളെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും ഒക്കെ. എന്നിട്ട് എൻ്റെ അമ്മ എന്നെ വീക്കെൻഡ്സിൽ ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതിന് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ ടീച്ചേഴ്സ് വന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് മേടിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 പേരുണ്ടാവും. അപ്പോൾ ഇവരെ മാത്രം ക്ലാസ് ടൈമിൽ, ഇവർക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ട, ഇവർ ക്ലാസ്സിൻ്റെ പുറത്ത് വരാന്തയിൽ ഇരുന്നിട്ട് മാഗസിൻ്റെ പെയിൻറ്റിങ് വർക്കും മാഗസിൻ്റെ ഇതും ഒക്കെ ഇരുന്ന് ചെയ്യും. ഞങ്ങളൊക്കെ ക്ലാസ്സിലിരിക്കും. അപ്പം എല്ലാ പ്രാവശ്യവും ഈ ടീച്ചേഴ്സ് ഇങ്ങനെ മാഗസിൻ ഇറക്കാനാവുമ്പോൾ, സ്കൂൾ മാഗസിൻ ഇറക്കാനാവുമ്പോൾ ഈ പേര് വിളിക്കാൻ വരുമ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ, എന്നെ വിളിക്കായിരിക്കോ. അപ്പോൾ എനിക്കതുകൊണ്ട് എപ്പോഴും എന്താ പറയുക, എൻ്റെ സ്കൂൾ ലൈഫ് ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ UP സ്കൂൾ കഴിഞ്ഞ് ഹൈസ്കൂളിൽ തന്നെ വേറെ പുതിയ സ്കൂളിലാണ് മാറ്റിയത്. അപ്പോൾ ആ സ്കൂളിൽ ചെന്നപ്പം ഒരു ന്യൂ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പുതിയ സ്കൂളെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയും എവ്രി വൺ ഈസ് ലൈക്ക് നമ്മളെ ഒരു ഔട്ട്സൈഡർ ആയിട്ട് കാണുക. അപ്പം അവിടെ ഇതേപോലെ ഈ യുവജനോത്സവത്തിന് ഈ ഡാൻസ് ടീമിലേക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. സോ ഐ വാസ് എ വെരി ഗുഡ് ഡാൻസർ. പക്ഷേ ഈ സെലക്ട് ചെയ്യാൻ വരുന്ന സാറ് ഓൾറെഡി ആൾക്കൊരു പ്രീ ഡിസ്പോസിഷൻ ഉണ്ട്. അതായത് ഞാൻ ഇന്ന കുട്ടികളെ മാത്രമേ എടുക്കുള്ളൂ എന്ന്. അപ്പോൾ നമ്മളൊക്കെ ഗ്രൂപ്പ് ഡാൻസിന് താല്പര്യമുള്ളവർ വരുമെന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ എണീറ്റ് പോകും, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകും. എന്നിട്ട് ഐ ആം നോട്ട് എ ബാഡ് ഡാൻസർ, ഓക്കെ, ഐ ആം എ ട്രെയിൻ ഡാൻസർ. ഐ നോ ദാറ്റ് എനിക്ക് നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ ഭയങ്കര നന്നായിട്ടാണ് കളിക്കുന്നത്, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. എന്നിട്ട് നമ്മളെ എല്ലാവരും ഇയാൾ കുറേ സ്റ്റെപ്സ് കളിപ്പിച്ച് നോക്കും, കുറേ പ്രാവശ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഡാൻസ് ടീമിലെ സെലക്ഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പറയും, അമ്മ എനിക്ക് നാളെ ഉണ്ടല്ലോ പാൻറ്റ് തന്നു വിടണം, ഞാൻ സ്കേർട്ടിൻ്റെ അടിയിൽ പാൻറ്റ് ഇട്ടിട്ട് വേണം നാളെ ഇതിന് പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോവുക. എന്നിട്ട് ഈ സെലക്ഷൻ കഴിഞ്ഞിട്ട് ഇയാൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയും, ഇവരുടെ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിലെന്താ, അയ്യോ അപ്പോൾ ഞാനൊരു ഗുഡ് ഡാൻസർ അല്ല, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് കാര്യം. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, എൻ്റെ സ്കൂൾ ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്നെ ഇങ്ങനെ പുറന്തള്ളി പെട്ട ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ടുഡേ വെൻ ഐ ഹാവ് ഓപ്പർച്യൂണിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് വെർ ഐ ക്യാൻ ജസ്റ്റ് ഔട്ട് ഷൈൻ മൈ സെൽഫ്, ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഡാൻസ് ചെയ്യുന്നു, ഞാൻ പാടുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നു. എൻ്റെ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്കറിയാം ദ വേസ്റ്റ് എക്സ്പീരിയൻസസ് ദാറ്റ് ഐ ഹാഡ് ഇൻ മൈ സ്കൂൾ. അതേപോലെ തന്നെ ഇപ്പം മാത്സ് എൻ്റെ ഏറ്റവും സ്വപ്നമായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു, ഭയങ്കര പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ ഒരു പ്രാവശ്യം മലയാളം പഠിപ്പിച്ച സാറായിരുന്നു നെക്സ്റ്റ് ഇയറിൽ മാത്സ് പഠിപ്പിച്ചത്. അപ്പോൾ മലയാളം പഠിപ്പിച്ച സമയത്ത് ഞാൻ എന്തോ ഒരു ഡൗട്ട് ചോദിച്ചു, അത് ആ സാറിന് ഇഷ്ടപ്പെട്ടില്ല. അതിൽ പിന്നെ ആ സാർ എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യായിരുന്നു. ദാറ്റ് ടീച്ചർ നെവർ യൂസ് ടു ആസ്ക് മീ എനി ഡൗട്ട് ഇൻ ദ ക്ലാസ്, എനി ക്വസ്റ്റ്യൻ ഇൻ ദ ക്ലാസ്. ബോർഡ് ക്ലീൻ ചെയ്യാനുള്ള ഒരു വർക്ക് എനിക്ക് തരില്ല. എല്ലാവരോടും നമുക്ക് ഈ പര്യായ പദം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ പര്യായ പദം ചോദിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെ ഓരോരുത്തരായിട്ടല്ലേ ചോദിക്കുക, ഓരോ വേർഡ് ചോദിക്കുക, അവർ അതിൻ്റെ പര്യായ പദം പറയണം. പക്ഷേ എൻ്റെ ടേൺ വരുമ്പോൾ എന്നെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനപ്പോൾ എത്ര പ്രായമുള്ള കുട്ടിയാണ്, 12 വയസ്സുള്ള കുട്ടീൻ്റെ അടുത്തൊക്കെ ഇങ്ങനത്തെ ഇത് കാണിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെരി ബാഡ് നോ. അപ്പോൾ ഈ സാറ് മാത്സ് പഠിപ്പിക്കാൻ വന്നപ്പം ഐ വാസ് ലൈക്ക് ഔട്ട്. ഒന്നാമത് എനിക്ക് മാത്സ് അറിയില്ല, ഈ സാറും കൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് മാത്സിൽ എപ്പോഴും മാർക്ക് കുറവ്, ഭയങ്കര മാർക്ക് കുറവ്, നല്ല അടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ സാറ് തന്നെ എന്നോട് പറയും, മാത്സ് റിലേറ്റഡ് ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല ലൈഫിൽ, അപ്പോൾ നീ മാത്സ് എടുക്കണ്ട.
സോ ആ ചെറിയ ഏജിൽ തന്നെ നിന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നുള്ള ഒരു ഇത് എൻ്റെ മനസ്സിൽ ഇട്ട് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഫെർദർ ലൈഫിൽ എനിക്കുള്ള ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഇൻബിൽഡ് ആയിട്ട് എല്ലാവർക്കും ഇപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ചു വരാനുള്ള കഴിവൊന്നുമില്ലല്ലോ. അപ്പോൾ സോ ഇങ്ങനെയുള്ള നൊസ്റ്റാൾജിക് തിങ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ദ സെയിം ഫോർ എവറി വൺ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഇങ്ങനത്തെ ചില ട്രോമാസ് ആയിരിക്കാം, ചില ബ്ലോക്കേജുകളായിരിക്കാം. അപ്പോൾ നമുക്കൊരിക്കലും പഴയ നമ്മുടെ ആ സ്കൂൾ ക്ലാസ് റൂമിലേക്കോ അല്ലെങ്കിൽ ആ ആൾക്കാരെ പോയി കണ്ടിട്ടൊന്നും ഇത് മാറ്റാൻ പറ്റില്ല. യു ഹാവ് ടു ചേഞ്ച്. യു ഹാവ് ടു ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ്. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പം നിങ്ങൾ കുറേ പേരൊക്കെ പറയുന്ന കാര്യമാണ്, ഞാൻ നീറ്റിന് പഠിക്കാമെന്ന് വിചാരിച്ച് വന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് വന്നു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒട്ടും മാർക്ക് കിട്ടുന്നില്ല. ഇവിടുത്തെ അപ്പോഴേക്ക് നമുക്ക് അങ്ങോട്ട് ഈ ട്രോമ എല്ലാം കൂടി മനസ്സിലേക്ക് വന്നിട്ട് ടീച്ചർ കൊള്ളില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊള്ളില്ല, പഠിപ്പിക്കൽ കൊള്ളില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബ്ലെയിം ഗെയിമാണ് നമ്മൾ ചെയ്യുക. സോ ബേസിക്കലി മക്കളെ, സി ഓൾ ഓഫ് ദിസ് വിൽ വർക്ക് ഔട്ട് വെൻ യു സ്റ്റാർട്ട് ചേഞ്ചിങ് ദ വേ യു തിങ്ക്, വെൻ യു ലുക്ക് അറ്റ് തിങ്സ് ഫ്രം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. നിങ്ങൾ നീറ്റിന് പഠിക്കാൻ തീരുമാനിച്ചു, നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളല്ലേ? യെസ്. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് എല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ട്, പേൾ വീഡിയോസും കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ലാലാല പാടും, ഞാൻ കുറച്ച് റീൽസ് കാണാൻ പോകും, ഞാൻ കുറച്ച് ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കാൻ പോകും. ഇഫ് യു ആർ നോട്ട് പുട്ടിങ് ഇൻ ആൻ എഫേർട്ട് ഫ്രം യുവർ എൻഡ്, if you don't have a self-study plan, if you don't have a plan of how many questions I'm going to do in a day, how many questions I'll be done, how many topics I'll be revising over the weekend, if you don't have a self-study plan, you are not going to succeed in clearing NEET. അങ്ങനെയുള്ള ഒരു സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ട. അപ്പം നമ്മുടെ സൈഡിൽ നിന്നും എഫേർട്ട് ഉണ്ടാവണം. നമ്മൾ വന്നിരുന്ന പാടെ, നമ്മൾ എവിടെയെങ്കിലും പോയി ഇരുന്ന പാടെ, ഈ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന പാടെ എനിക്കെല്ലാം അങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാ ടീച്ചേഴ്സും ദേ വിൽ ബി പുട്ടിങ് ഇൻ ദ 200% ആൻഡ് ടീച്ചിങ് യു. ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും, മറ്റുള്ള ചില ടീച്ചേഴ്സിൻ്റെ വീഡിയോസ് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് എവർ, യു ഹാവ് ടു പുട്ട് ഇൻ എഫേർട്സ് ഫ്രം യുവർ എൻഡ്. ആൻഡ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ട്രോമ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും ഇവിടെ എത്താൻ പോകുന്നില്ല, ഇവിടെ ഇതാവാൻ പോകുന്നില്ല എന്നൊക്കെയുള്ളത്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കില്ല, അവരെ നമ്മൾ ഓർക്കണം. when we overcome all of this, when we become so successful so that they will all look like failures to you. ഞാനിപ്പം അങ്ങനത്തെ ഒരു പോയിന്റിലാണുള്ളത് എൻ്റെ ലൈഫിൽ. ഇങ്ങനെയൊക്കെ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്താൽ, ഞാനൊന്നും ആവില്ല എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ ഞാൻ എന്തൊക്കെയോ ആയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഓൾസോ ബി ദർ. ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, എന്നെക്കാളൊക്കെ 200 times എത്രയോ മടങ്ങ് നിങ്ങൾക്ക് ചെയ്യാം ലൈഫിൽ. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, എനിക്ക് പറ്റുന്നില്ല, GIBയിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ല, ഞാനൊരു ഫെയിലിയറാണ്. ആദ്യത്തെ GIB ആണ് നിങ്ങൾ എഴുതിയത്. ഈ ആദ്യത്തെ GIBയുടെ സ്കോർ വെച്ച് ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. ദിസ് വാസ് ആൻ എക്സ്പീരിയൻസ് ഫോർ യു. എങ്ങനെയായിരിക്കും ആ എക്സാം ഹോൾ, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്, എങ്ങനെ ഞാൻ എൻ്റെ ടൈം മാനേജ് ചെയ്യണം, OMR എങ്ങനെ മാർക്ക് ചെയ്യണം, അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ റൈറ്റ് മീനിങ് ഓഫ് വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു, മൈ ഫ്യൂച്ചർ ഡോക്ടർ. നന്നായിട്ട് പഠിക്കുക. Not just attending classes or watching videos is enough. You have to have a self-study plan. ഇന്ന് തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടേതായ ഒരു ഷെഡ്യൂൾ ഇട്ടിട്ട് കുറച്ച് എഫേർട്ടും കൂടി കയ്യിൽ നിന്നിടുക. It will definitely work out. Good luck.